സുഹൃത്തുക്കളെ, ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മാധ്യമ മേഖല നിലനിന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മാധ്യമപ്രവർത്തനം ഒരു ഒരു പോർമുഖമായി കണ്ട ഒട്ടനവധി മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തനം വെറും ഒരു പ്രൊഫഷനായി മാത്രം കാണുന്നതിലുപരി അതൊരു പോർമുഖമായി, അതൊരു പോരാട്ട വേദിയായി കണ്ടിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി മാധ്യമപ്രവർത്തകരെ സൃഷ്ടിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ആദ്യം അച്ചടി മാധ്യമങ്ങളിലായിരുന്നു. അത് ജി ശക്തിധരനെ പോലുള്ളവരുടെ കാര്യമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒട്ടനവധി മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അതിനുശേഷം ദൃശ്യമാധ്യമങ്ങൾ വന്നപ്പോൾ ആ ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങനെ വളരെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മാധ്യമ മേഖല നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ആയിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ കേരളത്തിലെ മാധ്യമ മേഖലയെ ഒന്ന് എടുത്ത് നോക്കൂ സുഹൃത്തുക്കളെ, എത്ര മലീമസമാണ് ഇന്നത്തെ മാധ്യമ മേഖല. ഇന്ന് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സൈഡ് ബിസിനസ്സാണ്. മിക്കവാറും 90% മാധ്യമപ്രവർത്തകർക്കും എല്ലാത്തരം വിട്ടുവീഴ്ചകൾക്കും തങ്ങൾ തയ്യാറാണെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ആ വിട്ടുവീഴ്ചകൾ നടത്തി അതിൻ്റെ നേട്ടമുണ്ടാക്കി പോകുന്നവരാണ് ഇന്നത്തെ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ നല്ല ശതമാനം മാധ്യമപ്രവർത്തകരും. ഇന്നത്തെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകർ പോർമുഖമേ അല്ല അവരുടെ ഒരു സൈഡ് ബിസിനസ്. അവരെ ഈ പറഞ്ഞ പോലെ ശമ്പളത്തിന് വേണ്ടി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ജോലി, ഒരു തൊഴിൽ, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഏത് ദൃശ്യമാധ്യമം എടുത്ത് നോക്കിയാൽ അതിനകത്തുള്ള 90% ആളുകളും ഏതാണ്ടാന്നല്ല തന്നെയാണ്. ഞാൻ പേരൊന്നും എടുത്താരുടെയും പറയുന്നില്ല. കാരണം എനിക്കത് കൃത്യമായി എനിക്ക് ബോധ്യമാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ 2001-2006 കാലഘട്ടത്തിൽ അന്ന് VS-ൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മാധ്യമപ്രവർത്തനം വെറും മാധ്യമപ്രവർത്തനം മാത്രമായിരുന്നില്ല. അവർക്കൊരു പോരാട്ട വേദിയായിരുന്നു മാധ്യമപ്രവർത്തകർ. ഞാനന്ന് VS-നോട് ജോലി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഓർക്കുകയാണ്, ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് SR സഞ്ജീവ്, അതുപോലെ ഇന്ത്യ വിഷനിലുണ്ടായിരുന്ന MP ബഷീർ, PP ജെയിംസ് ദീപികയിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം, സോമനാഥ്, അങ്ങനെ എത്ര മാധ്യമപ്രവർത്തകർ. അവർക്കെല്ലാവർക്കും ഒരു മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ അവരുടെ ഒരു തൊഴിലോ മാത്രമായിരുന്നില്ല. അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഹിന്ദുവിൽ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന P വേണുഗോപാൽ, എത്ര പേര്, ഇവിടെയൊക്കെ പലരുടെയും പേരുകൾ ഞാൻ 10 വർഷക്കാലമായിട്ട് ഞാൻ മറന്നുപോയി. അപ്പം ആ തരത്തിലുള്ള ഒരു ബ്രീഡ് പത്രപ്രവർത്തകരെ കണ്ടുവന്ന എനിക്ക് ഇന്നത്തെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഛർദ്ദിക്കാനാണ് വരുന്നത്. അത്രയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ നോസിയേറ്റിംഗ് ആണ് ഇന്നത്തെ അനുഭവം. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടി മൂളിച്ച് അന്നന്ന് ചെയ്യാനുള്ള പണിയും ചെയ്ത് വെച്ച് വീട്ടിൽ പോയി കിടക്കുക, ഉറങ്ങുക, പിന്നെ കുറച്ച് മദ്യപിക്കുക, അതൊക്കെ ചെയ്യുക എന്നൊക്കെ എത്ര ഈ പറഞ്ഞ പോലെ മലീമസമായിട്ടുള്ള കഥകളാണ് ഇന്ന് മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് അത്രയ്ക്ക് ഒരു തരം താഴ്ന്ന ഒരു മേഖലയായി മാധ്യമപ്രവർത്തനം, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തനം മാറിപ്പോയി എന്നുള്ളതിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിനകത്തേക്കൊന്നും ഞാൻ കൂടുതൽ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഒരു മലീമസമായിട്ടുള്ള മാധ്യമപ്രവർത്തനം നിലനിൽക്കുന്ന കേരളത്തിൽ ഒരു മാധ്യമപ്രവർത്തകനെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയോട് ശ്രമിക്കാൻ വന്നത്. എനിക്ക് തോന്നുന്നത് ഈ മാധ്യമപ്രവർത്തകനെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന 2ാമത്തെ വീഡിയോ ആയിരിക്കണം ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മലീമസമായിട്ടുള്ള, ഏറെ ജീർണിച്ച, പൊട്ടിപ്പൊളിഞ്ഞ് പുഴുവരിച്ച മാധ്യമപ്രവർത്തനം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന മാധ്യമപ്രവർത്തകൻ നമുക്ക് ഒരു ആസ്തിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീമാൻ ഉണ്ടി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അത് എനിക്കൊന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴത്തേക്കും പല പ്രധാനമന്ത്രിമാരുടെ കൂടെ വിദേശയാത്രയ്ക്ക് പോയ കാര്യമൊക്കെ അദ്ദേഹം, മൻമോഹൻ സിംഗിൻ്റെ കൂടെ, അടൽ ബിഹാരി വാജ്പേയിയുടെ കൂടെയൊക്കെ വിദേശയാത്രയ്ക്ക് പോയതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ എന്താണ് എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു 10-15 ദിവസത്തിനുള്ളിൽ നടത്തിയ ഒരു ഒറ്റയാൾ പോരാട്ടമുണ്ട്. ആ പോരാട്ടം നമ്മൾ കാണാതെ പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു 3-4 ആഴ്ചക്കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗം ശരിക്കും ഈ പറഞ്ഞ പോലെ റിവർബറേറ്റ് ചെയ്ത കാലഘട്ടമായിരുന്നു കഴിഞ്ഞൊരു 3-4 ആഴ്ച. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ
അത്യഭൂതപൂർവമായിട്ടുള്ള സംഭവവികാസങ്ങൾ നടന്ന കാലമാണ് കടന്നുപോയത്. നമുക്കറിയാം 2026 മെയ് 15 ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് നടത്തിയിട്ടുള്ള ഒരു ഇൻഅഡ്വർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമൻറ്റിൽ നിന്ന്, യുവാക്കൾ പാറ്റകളെ പോലെയാണെന്ന് പറഞ്ഞൊരു കമൻറ്റിൽ നിന്ന് ഒരു പാർട്ടി ഉണ്ടായി. ആ പാർട്ടി വലിയൊരു യുവാക്കളുടെ സമരത്തിന് നേതൃത്വം കൊടുത്തു. ആ നേതൃത്വം കൊടുത്തിട്ടുള്ള ആ പാർട്ടി നടത്തിയ സമരത്തെ തുടർന്ന് ഒരു ഏകശിലാരൂപം പോലെ നിന്നിരുന്ന കേന്ദ്രത്തിലെ BJP സർക്കാർ മുട്ടുകുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു 2-3 ആഴ്ച കാലം കൊണ്ട് മാറിയ ഒരു ടിമിൾട്ടുവസ് ആയിട്ടുള്ള സംഭവം ദേശീയ തലത്തിൽ നടന്ന ഒരു കാലമാണ് കടന്നുപോയത്. സുഹൃത്തുക്കളെ, ആ ഒരു സമര പോരാട്ടത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഒരുപാട് വാർത്തകളൊക്കെ കൊടുത്തു. എല്ലാ ദൃശ്യമാധ്യമങ്ങളും മത്സരിച്ച് വാർത്ത കൊടുക്കുക. കാരണം വെച്ചാൽ ഭയങ്കര വ്യൂവർഷിപ്പാണ് ഉണ്ടായത്. പക്ഷേ ആ വാർത്തകളുടെ എല്ലാം ഇടയിൽ ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാധ്യമപ്രവർത്തകൻ നടത്തിയ മാധ്യമ പ്രവർത്തനമല്ല, അദ്ദേഹം നടത്തിയ ഒരു പോരാട്ടം, അദ്ദേഹം ആ യുവാക്കൾ ഏറ്റെടുത്ത് നടത്തിയ ആ കോസിന് വേണ്ടി അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഒരു ദൃശ്യമാധ്യമ പരിപാടി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം സമാനതകളില്ലാത്തതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റ് ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുക, ഇത് വിശകലനം ചെയ്യുക, ഈ നിലയിലാണ് അതിനെ കണ്ടതെങ്കിൽ ആ യുവാക്കളുടെ സമരം അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിൽ അതൊരു വലിയ പോരാട്ടമാണെന്നുള്ള വിവരം കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു 4-5 ദിവസം കൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന തൻ്റെ ആ പരിപാടിയിലൂടെ നടത്തിയിട്ടുള്ള ആ മാധ്യമപ്രവർത്തനമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തനമല്ല, അതൊരു ഇടതടവില്ലാത്ത പോരാട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ ദിവസവും 7:45 മുതൽ 8 വരെ ഏഷ്യാനെറ്റിലുള്ള ആ പരിപാടിയുണ്ട്, സർജിക്കൽ സ്ട്രൈക്ക്. ആ സർജിക്കൽ സ്ട്രൈക്കിൽ ഒരു 4-5 ദിവസക്കാലം അതിൻ്റെ ഓരോ ദിവസത്തെ തലവാചകമൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ ആ 4-5 ദിവസത്തെ പരിപാടി ഈ സമരത്തിനെ കേരളത്തിലെ ജനതയ്ക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ആ സമരത്തിൻ്റെ ശരികൾ എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇംപ്രൂവൈസ് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോർമുഖമായി തൻ്റെ പരിപാടിയെ ഉണ്ണി ബാലകൃഷ്ണൻ മാറ്റുകയായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അത് എത്രത്തോളം ജനങ്ങളത് അംഗീകരിച്ചു എന്നുള്ളതിന് അതിൻ്റെ വ്യൂവർഷിപ്പിലേക്ക് നോക്കിയാൽ മതി. 2.5 ലക്ഷം, 3.5 ലക്ഷം, 4.5 ലക്ഷം, 1.5 ലക്ഷം എന്നൊക്കെയുള്ള നിലയിലാണ് ഒരു 4-5 ദിവസത്തെ സമരത്തെക്കുറിച്ചിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ്റെ ആ പരിപാടിയുടെ വ്യൂവർഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ പോരാട്ടം, ആ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പോരാട്ടം കൃത്യമായി ആഴത്തിൽ വിശകലനം ചെയ്ത് അതിൻ്റെ യുക്തികൾ നമ്മളെ ബോധ്യപ്പെടുത്തി, ആ സമരം വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിലയിൽ ഉണ്ണി ബാലകൃഷ്ണൻ ആ 4 ദിവസം തൻ്റെ ആ പരിപാടിയിലൂടെ നടത്തിയിട്ടുള്ള പോരാട്ടം ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, അത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞാൽ സ്കിൻറ്റിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്കിൻറ്റിലേറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചാൽ അതിൻ്റെ ഒരു ശരീരഭാഷ തന്നെ. കാരണം ഇപ്പോഴത്തെ ഈ മാധ്യമപ്രവർത്തകരുടെ പലരുടെയും ഒക്കെ പ്രസൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഇങ്ങനെ പേരിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതാണല്ലോ. പക്ഷേ ഇയാളുടെ അതുപോലെയല്ല. ആ ശരീരഭാഷ, ആ വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്, ആ ആർഗ്യുമെൻസിൻ്റെ ആ ഒരു ക്ലാരിറ്റി, ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല്, അതൊക്കെ കൂടെ ചേർന്നിട്ട് വലിയ ഒരു സേവനമാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഈ പരിപാടിയിലൂടെ, ഈ 4-5 ദിവസത്തെ പരിപാടിയിലൂടെ നടത്തിയത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ആ സമരത്തിൻ്റെ ഒരു യുക്തി, ആ സമരത്തിൻ്റെ സന്ദേശം, അതിൻ്റെ തീവ്രത ഒട്ടും കുറഞ്ഞു പോകാതെ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഉണ്ണി ബാലകൃഷ്ണൻ തൻ്റെ ഈ 3-4 ദിവസത്തെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ ഈ വിദ്യാർത്ഥികളുടെ സമരത്തെക്കുറിച്ചിട്ട് എത്തിച്ചു കൊടുത്തു എന്നുള്ളത് ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനിപ്പോൾ പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മലീമസമായി ജീർണിച്ച നോസിയേറ്റിംഗ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തനം നിലനിൽക്കുന്ന കേരളത്തിൽ, വിട്ടുവീഴ്ച മുഖമുദ്രയാക്കിയ മാധ്യമപ്രവർത്തനം, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തനം നിലനിൽക്കുന്ന കേരളത്തിൽ, അതായത് പാർട്ടിസാനായിട്ടുള്ള മാധ്യമപ്രവർത്തനം കൊടികുത്തി വാഴുന്ന കേരളത്തിൽ, മാധ്യമപ്രവർത്തനം പോർമുഖമാക്കുന്ന
ആ ഒരു സംഭവം എന്നേ മറന്നുപോയ കേരളത്തിൽ മാധ്യമപ്രവർത്തനം ഒരു തൊഴിൽ അല്ല, ഒരു പ്രൊഫഷണൽ അല്ല, അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് അല്ല, മറിച്ച് ആ മാധ്യമപ്രവർത്തനം അതൊരു പോർമുഖമാണെന്നും ആ മാധ്യമപ്രവർത്തനം പോർമുഖം ആയിട്ടുള്ള അത് തൻ്റെ ഒരു വേ ഓഫ് ലൈഫാണെന്നും ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇനിയും ഉണ്ണി ബാലകൃഷ്ണനിൽ നിന്ന് ഇതുപോലുള്ള തീവ്രമായി നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന നിലയിലുള്ള പരിപാടികൾ ഇനിയും അദ്ദേഹം സർജിക്കൽ സ്ട്രൈക്കിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അത് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഉണ്ണി ബാലകൃഷ്ണനെ കുറിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്ന മാധ്യമ മേഖലയ്ക്ക് കാണിച്ചു തരുന്ന ഈ വഴിയാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മാധ്യമപ്രവർത്തനം ഒരു സൈഡ് ബിസിനസ് അല്ല, ഒരു പ്രൊഫഷൻ അല്ല, മറിച്ച് ഒരു ജീവിതവ്രതമാണെന്നും ഒരു പോർമുഖമാണെന്നും തെളിയിക്കുകയാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകൻ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ഒരു 4-5 ദിവസത്തെ തൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ ഈ ജന്തർ മന്ദറിലെ സമരം റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല.